ജീവിത മുഹൂർത്തങ്ങൾ മനസ്സിലുയർത്തും വികാരങ്ങൾ മറക്കുവാനാകാത്ത നിമിഷങ്ങൾ മറയ്ക്കുവാനാകാത്ത കനലുകൾ 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 കനലുകൾ. നാളെ പാർക്കിൽ വെച്ച് കാണാൻ പറ്റുമോ? 5 മണിക്ക് ശേഷം മതി. തിരക്കിട്ടൊന്നും പോകാൻ പറ്റില്ല, റോളിനല്ലേ. എന്തായാലും കണ്ടിട്ട് പോയാൽ മതി. നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്താ നിന്റെ പ്രശ്നം? ഇന്റർവ്യൂവിന് എന്ന് പറഞ്ഞ എന്റെ കസിനെ നീ എവിടേക്കാ കൊണ്ടുപോയത്? എല്ലാ വിവരവും ഞാൻ അറിഞ്ഞു. നീ എന്തറിഞ്ഞു? അവൾ ഇന്റർവ്യൂവിനും തിരിച്ചു പോയി. ജോലി കിട്ടാത്ത എന്റെ തെറ്റാ. എല്ലാത്തിനും നീ തന്നെ പരിഹാരം ഉണ്ടാക്കിയിരിക്കണം. പിന്നെ ഇല്ലെങ്കിൽ നീ വിവരം അറിയും. നീ ഒന്ന് പോടാർന്ന്. നീ ഞാൻ കണ്ടോളാ. മോനെ, നീ വരാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. അവളാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുക. ഞാൻ വരാന്ന് പറഞ്ഞാ വരും. ഓക്കെ, നീ ഇനി അവളുടെ കണ്ണീര് വീഴ്ത്തരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം അമ്മാവാ. ഈ അമ്മാവന്റെ ഒരു കാര്യം. എന്താ മാഷേ? എന്താ മാഷേ വിശേഷം? എനിക്കെന്ത് വിശേഷം? നിനക്കല്ലേ വിശേഷങ്ങള്. നിന്നെ പറ്റിയ ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അങ്ങനെയൊന്നുമില്ല, വെറുതെ. എന്തിനാടോ? തനിക്ക് നേർവഴിക്ക് നടന്നൂടെ? അവസാനം താൻ ചെന്ന് വീഴുക അപകടത്തിലായിരിക്കും. അത് ഓർമ്മിച്ചാൽ നിനക്ക് നല്ലത്. ശരി. അയാളുടെ ഒരു ഉപദേശം. അതൊന്നും വേണ്ട, നാളെ മതി. അത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാന്നേ. നിക്കട അവിടെ. പറഞ്ഞ കാര്യം ശരിയായില്ലല്ലോ. ഈ ഞായറാഴ്ച എന്തായാലും ശരിയാക്കിയിരിക്കണം. നോക്കട്ടെ. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, എന്തായാലും എത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച് ചെയ്യും. പിന്നെ ഞാൻ തന്ന പണം മുഴുവൻ തിരികെ തരികയും വേണം. അതൊന്നും പറ്റില്ല. എന്താ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. തന്നെ എനിക്ക് ശരിക്കും അറിയാം. നിനക്കെന്നെ ശരിക്കും അറിയില്ല. വെറുതെ കളിക്കാൻ നിൽക്കണ്ട. നീ ഞായറാഴ്ച പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ നീ ബിസിനസ്സിലുണ്ടാവില്ല. പറഞ്ഞേക്കാം. ശനിയാഴ്ച വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞത്? എന്നാ പിന്നെ ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചേക്ക്. രാവിലെ 9 മണിക്ക് വന്നേക്കണം. എന്താടോ ഒക്കെ സുഖായില്ലേ? മാഷേ, മാഷ എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ആരാതിന്റെ പിന്നിലെന്ന് വല്ല പിടിയും കിട്ടിയോ? വേറെ ആരാ അല്ലേ? നിങ്ങളുടെ ആൾക്കാർ തന്നെയാവും. എന്ത് ചെയ്യാനാ മാഷേ? നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തത്? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാനുള്ള വാശിയായിരുന്നു. രോഗിയായ അപ്പൻ, സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. അങ്ങനെ എത്ര ആളുകൾ ഈ നാട്ടിലുണ്ട്? അവരൊക്കെ ജീവിക്കുന്നില്ലേ? നിന്റെ വഴി തെറ്റായിരുന്നു. അത് ഇനിയെങ്കിലും നീ തിരുത്തിയില്ലെങ്കിൽ ഒടുവിൽ നിന്റെ കുടുംബവും നഷ്ടപ്പെടും, നിന്റെ ഭാവിയും നശിക്കും. ഒരു ചാട്ടത്തിന് ഒരു വീഴ്ചയുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. മാഷേ,